പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്ന് രാവിലെയായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായി ഓപ്പൺ ആയത്. എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതിന് പിന്നാലെ വമ്പൻ നീക്കങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചന ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. IFT ന്യൂസ് മീഡിയ പങ്കുവച്ച വിവരമനുസരിച്ച് ഒഡീഷ FC പ്രതിരോധ സൂപ്പർ താരമായ നരേന്ദ്ര ഗെഹ്ലോട്ടിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഒഡീഷ FC ആവശ്യമായ പ്ലെയിൻ ടൈം നരേന്ദ്ര ഗെഹ്ലോട്ടിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും ഇപ്പോൾ നരേന്ദ്ര ഗെഹ്ലോട്ട് മാത്രമല്ല മറ്റു ചില താരങ്ങൾ കൂടി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും 19 സ്റ്റോപ്പേജിൻ്റെ എഡിറ്ററായ ധനഞ്ജയ് കെ ഷെണായിയാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പങ്കുവച്ച വിവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ നീക്കങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും 2 സൂപ്പർ താരങ്ങളെ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും ഒരു റൈറ്റ് ബാക്കിനെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയ ഒരു ഗോൾ കീപ്പറിനെയുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രധാനമായും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹം ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ 19 സ്റ്റോപ്പേജിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അറിയിക്കുമെന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഇപ്പോൾ അവസാനമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ നമുക്ക് പുതിയ ഗോൾ കീപ്പർ ആരാണെന്നും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് ഒരു താരം എത്തും. ആ താരം ആരാണെന്നും അറിയാനായിട്ട് സാധിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പർ മസ്റ്റായിട്ടും ഇപ്പോൾ എക്സ്പീരിയൻസ് ആയ ഒരു ഗോൾ കീപ്പർ വേണ്ടതായിട്ടുണ്ട്. എന്തായാലും ISL എക്സ്പീരിയൻസ് ആയ ഒരു ഗോൾ കീപ്പർ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതേത് ഗോൾ കീപ്പറാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും ഒരു ഗോൾ കീപ്പർ നമുക്ക് എത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ഡിഫൻസിലെ പാളിച്ചകൾ മാറ്റി നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഡിഫൻസിലും കുറച്ച് താരങ്ങളെ കൂടി ആവശ്യമുണ്ട്. മധ്യനിരയും അതുപോലെ തന്നെ അറ്റാക്കിങ്ങും നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട്. എന്നാൽ പ്രതിരോധത്തിലും അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങിലുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴവുകൾ മൊത്തം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണവും. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഡിഫൻസിലേക്കും അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങിലേക്കും മികച്ച താരങ്ങളെ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ വമ്പൻ നീക്കങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.